അസ്സലാമലൈക്കും, വെൽക്കം ടു Peppercandy. എല്ലാവരും സുഖമായി സന്തോഷത്തോടെ കഴിയുന്നതായിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് രാവിലെ ഇറങ്ങിയത്. ഇത്തിരി ലേറ്റായിപ്പോൾ എഴുന്നേറ്റപ്പോൾ. തലേ ദിവസം ഒരു കേക്ക് ബേക്ക് ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ ഒത്തിരി ലേറ്റായിട്ടാണ് ഞാൻ കിടന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും ഉമ്മ ഇഡ്ഡലി സാമ്പാറും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഹസ്ബൻഡ് കൊടുക്കാനുള്ള ഹസ്ബൻഡ് ഇപ്പോൾ ലഞ്ച് കൊണ്ടുപോകുന്നത് ചപ്പാത്തി റോളൊക്കെയാണ്, ചോറ് കൊണ്ടുപോകാറില്ല. അപ്പോൾ അത് കാരണം പെട്ടെന്നൊരു സാൻഡ്വിച്ച് ഫില്ലിങ്, അതായത് ചപ്പാത്തി റോളിൽ വെക്കാനൊരു ഫില്ലിങ് ഉണ്ടാക്കുകയാണ്. സാധാരണ ഒരു ചിക്കൻ ഫില്ലിംഗ് ആണ് കേട്ടോ. സവോള വഴറ്റി അതിനകത്തേക്ക് ഒരു ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊന്ന് കുക്ക് ചെയ്ത് വരുമ്പോൾ ചിക്കനും പിന്നെ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതൊക്കെ നമ്മുടെ എരിവിന് ടേസ്റ്റിന് ആവശ്യത്തിനാണ്. അല്പം ഗരം മസാലയും എല്ലാം കൂടി ഇട്ടിട്ട് മല്ലിയിലയും കൂടി ഇട്ട് ഫില്ലിങ് റെഡിയാകും. നന്നായിട്ട് അത് ഇവാപ്പറേറ്റ് ചെയ്ത് അതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ മാറ്റണേ. അപ്പോൾ ചിക്കൻ ഓൾറെഡി ഞാൻ കുക്ക് ചെയ്ത് മീൽ പ്ലാനിങ് അനുസരിച്ച് ഞാൻ ചിക്കൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ ഇതുപോലെ സാൻഡ്വിച്ചസോ അല്ലെങ്കിൽ ഇങ്ങനെ റോൾസൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ മക്കൾക്ക് ബ്രേക്കിന് കൊടുക്കുന്നത് കേട്ടോ. ചപ്പാത്തി അല്ലെങ്കിൽ ബ്രെഡിനകത്ത് ഇത് വെച്ചിട്ട് മക്കൾക്കും കൊടുക്കും. ഇതുപോലെ കേക്ക് ഫ്രോസ്റ്റിംഗ് ഒക്കെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതിൻ്റെ ബാക്കി എല്ലാ പണികളും നേരത്തെ തീർത്ത് വയ്ക്കും. അപ്പോൾ പിന്നെ എനിക്ക് കേക്കിൻ്റെ കാര്യം മാത്രം നോക്കാമല്ലോ. അല്ലെങ്കിൽ എനിക്ക് ആകെപ്പാട് ഞാൻ തിരക്കും ടെൻഷനും ഒക്കെ ആയിപ്പോവും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി, സാമ്പാർ, ചട്നി എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റിനൊന്നും മാത്രമല്ല, ഇഡ്ഡലി ഉണ്ടെങ്കിൽ എനിക്ക് ലഞ്ചിനും ഡിന്നറിനും എല്ലാം ഇഡ്ഡലി മതി. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഡ്ഡലി. അപ്പോൾ ഇവിടെ സമയം ഇപ്പോൾ 7:30 7:45 നമുക്ക് ക്ലാസ്സിൽ കയറേണ്ടത്. ഹസ്ബൻഡ് 8 o'clock ആകുമ്പം ഓഫീസിലേക്കും പോകണം. അപ്പോൾ അവരെല്ലാം രാവിലെ നേരത്തെ ഇരിക്കും കേട്ടോ. ഞാൻ മുൻപൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സമാധാനമായിട്ട് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കണം. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ലേറ്റായിട്ടേ കഴിക്കാറുള്ളൂ. ഇപ്പോൾ നമ്മൾ ഞങ്ങൾക്ക് ഹസ്ബൻഡും മോൾക്കും കൊറോണ ആയിരുന്നല്ലോ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ സ്ഥിരമായി കുടിക്കാറുള്ളതാണ് മഞ്ഞളും ജീരകവും ഇട്ട വെള്ളം. മഞ്ഞൾപ്പൊടി നാട്ടിൽ നിന്ന് പൊടിപ്പിച്ച് കൊണ്ടുവന്നു കേട്ടോ എൻ്റെ ഫ്രണ്ട്. അപ്പോൾ അത് കാരണം അത് സേഫാണ്. എനിക്ക് തോന്നുന്നു കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി അത്ര നല്ലതല്ല, കാര്യം അതിനകത്ത് മായം കലർന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം അത് ആണെങ്കിൽ ഡെയിലി കുടിക്കരുത്. ഇത് ഞങ്ങൾ ഡെയിലി അല്ല, പക്ഷേ എന്നാലും മിക്കവാറും ഇപ്പോൾ കുടിക്കാറുണ്ട് മഞ്ഞളും ജീരകവും ഇട്ട വെള്ളം. പിന്നെ ഹസ്ബൻഡുള്ള ലഞ്ച് പാക്ക് ചെയ്തു. അപ്പോൾ ചപ്പാത്തി റോളും പിന്നെ വെജിറ്റബിൾസോ ഫ്രൂട്ട്സും അതെന്തെങ്കിലും സ്ഥിരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്നാക്ക് ചെയ്യാനായിട്ട് വെക്കാറുണ്ട്. അപ്പോൾ മുൻപ് പറഞ്ഞ പോലെ എനിക്കൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ഇന്ന്. അപ്പം സാധാരണ കേക്ക് ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ തലേ ദിവസമേ ബേക്ക് ചെയ്ത് വെക്കും കേക്ക്. പിന്നെ ഫ്രോസ്റ്റിംഗ് മാത്രമേ പിറ്റേ ദിവസം ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് തലേ ദിവസം എടുത്ത വീഡിയോ ആണ്. നിങ്ങൾക്ക് ആ ഫ്ലോ മനസ്സിലാവാൻ വേണ്ടി ഞാൻ അതും കൂടെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. റൂം ടെമ്പറേച്ചറുള്ള 3 മുട്ട ഒരല്പം വെനില പൗഡറും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനകത്തേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് നല്ല ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഏത് ഫ്ലേവറാണോ ചേർക്കുന്നത്, ഞാനിവിടെ സ്ട്രോബെറി ഫ്ലേവറാണ്, അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മൈദാമാവും, അതായത് 1 കപ്പ് മൈദാമാവിന് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ബേക്കിംഗ് സോഡയും അല്പം 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇടഞ്ഞു വയ്ക്കുക. 1/2 കപ്പ് പാലും ഈ ഒരു മൈദാമാവ്, നമ്മൾ അരിച്ചെടുത്ത മൈദാമാവും ബാച്ചായിട്ട് ആഡ് ചെയ്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനിൽ 170 ഡിഗ്രീസിൽ 25 മിനിറ്റ്സ്, അത് എൻ്റെ അവൻ്റെ ടെമ്പറേച്ചറാണ്. നിങ്ങളുടെ എത്രയാണോ അതിനനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഏതൊരു കേക്കിനും പറ്റുന്ന ബേസിക് വാനില കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇവിടെ ഞാൻ വാനില ഫ്ലേവറിന് പകരം സ്ട്രോബെറി ഫ്ലേവർ കൊടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി കേക്കിനൊരു പിങ്ക് കളർ വേണമെങ്കിൽ നമുക്ക് പിങ്ക് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ സ്ട്രോബെറി കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ക്രഷ് വേണം, സ്ട്രോബെറി ക്രഷ്. അതിനായിട്ട് ഞാനൊരു 1 കപ്പ് സ്ട്രോബെറി, ഞാൻ ഫ്രോസൺ സ്ട്രോബെറി ആയിട്ട് എടുത്തേക്കുന്നത്,
അത് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ടടിച്ചൊന്ന് പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട കേട്ടോ, എൻ്റെ ഇത്തിരി ഓവറായിട്ട് അരഞ്ഞു പോയി. ചെറിയൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ 1 കപ്പ് സ്ട്രോബെറിക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. സ്ട്രോബെറി നന്നായി കുക്ക് ചെയ്തതിന് ശേഷം മാത്രം പഞ്ചസാര ചേർക്കുക. കാര്യം പഞ്ചസാര ചേർത്താൽ ക്യാരമലൈസ് ആകുമ്പോൾ നമ്മുടെ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും. ഒത്തിരി നേരം ഇനി തിളപ്പിക്കരുത്. ഒത്തിരി നേരം തിളപ്പിച്ചാൽ ഇത് തിക്കായി പോവും. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യാം, തണുപ്പിച്ചിട്ട് സ്റ്റോർ ചെയ്യാം. ഒരു ഗ്ലാസ് ബോട്ടിൽ അടച്ചു വെച്ചാൽ മതി. ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ സോഡിയം ബെൻസോയേറ്റും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം തണുത്തതിന് ശേഷം. പക്ഷേ നമുക്കിപ്പോൾ പെട്ടെന്നൊക്കെ ഒരു ആഴ്ചത്തേക്കുള്ളിൽ യൂസ് ചെയ്യാനാണെങ്കിൽ ഇത് ഇതുപോലെ ഗ്ലാസ് ബോട്ടിലടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ ഇതിൻ്റെ ക്രഷ് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ അതേ പാനിൽ തന്നെ 1 കപ്പ് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. 1/2 കപ്പ് ഇല്ല കേട്ടോ, 1/2 കപ്പിൽ ഒരു 2 ടേബിൾ സ്പൂൺ കുറവുണ്ടായിരിക്കും. അതിനകത്തേക്ക് ഞാൻ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രഷില്ലേ, സ്ട്രോബെറി ക്രഷ്, അതിൽ നിന്നൊരു 2 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ നന്നായി മെൽറ്റ് ചെയ്ത് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ തലേദിവസേ രാത്രി ഉണ്ടാക്കി വെച്ചിരുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഒരു കേക്ക് ബോർഡിലേക്ക് ഒരല്പം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഞാൻ ഒന്നും ചേർത്തിട്ടില്ല, വെനില എസൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി കേക്ക് 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ലെയറിലേക്ക് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് പോക്ക് ചെയ്തതിന് ശേഷം ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ ക്രഷില്ലേ, സ്ട്രോബെറി ക്രഷ്, അതൊന്ന് ഇട്ട് കൊടുക്കുക. ക്രീമൊന്ന് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രഷ് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ ലെയറിലും ഇതുപോലെ ചെയ്യാം. അങ്ങനെ ഓരോ ലെയറും സെറ്റ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ ഒരു 30 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ക്രീം അപ്ലൈ ചെയ്ത് നമ്മൾ മെയിൻ ഫ്രോസ്റ്റിംഗ് ചെയ്യുകയാണ് കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മൾ ഫ്ലവേഴ്സ് കൊടുത്താൽ മതി. സാധാരണ യൂണിക്കോൺ കേക്കിൽ പല കളർ ഫ്ലവേഴ്സ് കാണും. അപ്പോൾ അതിനായിട്ട് ഞാൻ എല്ലാം ഓർഗാനിക് കളേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. പേർപ്പിളുണ്ട്, പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, എല്ലാം ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് സമയം എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓരോ പൊസിഷനിൽ ആംഗിൾ വെച്ച് ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ഒന്ന് പെട്ടെന്ന് ചെയ്തത്. ഇതിന് വേറെ ഒന്നും ചെയ്തിട്ടില്ല. കുറേ ഫ്ലവേഴ്സ് നോസിൽ ടിപ്പിൽ ഫ്ലവേഴ്സ് ഡിസൈൻ പല ഡിസൈൻ കൊടുത്തൊന്ന് കവർ ചെയ്തതേ ഉള്ളൂ. ഇനി ഐബ്രോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഒറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ടൊന്ന് റോൾ ചെയ്ത് ഒരു ഐബ്രോസിൻ്റെ ഷേപ്പിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബിസ്ക്കറ്റിൻ്റെ ആവശ്യമില്ല, പകുതി ബിസ്ക്കറ്റായാലും മതി. എന്നിട്ട് നമുക്കിതുപോലെ ഐബ്രോസ് ഉണ്ടാക്കി കൊടുക്കാം. എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഫുഡ് കളർ ഇല്ലായിരുന്നു. മാത്രമല്ല ഫോണ്ടൻറ്റ് വെച്ച് ഞാൻ ഇതുവരെയും കേക്ക് ഫ്രോസ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ മക്കൾക്ക് ഫോണ്ടൻറ്റ് ഇഷ്ടമല്ല, അപ്പോൾ അത് കാരണം ഞാൻ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഈ ഒരു ഓർഡറിലും ഞാൻ ഫോണ്ടൻറ്റ് ഉപയോഗിക്കാതെ ഒറിയോ ബിസ്ക്കറ്റ് ഉപയോഗിച്ചു കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നു. ഫോണ്ടൻറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ അറിയാവുന്നവർ അങ്ങനെ ഫോണ്ടൻറ്റ് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാൻ അന്ന് ഈ ഒരു ഐബ്രോസ് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നീട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ ഒറിയോ ബിസ്ക്കറ്റൊക്കെ പൊടിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് എക്സാമ്പിൾ കാണിച്ചു തന്നാ കേട്ടോ. ഈ ഒരു ഐബ്രോസ് ഉണ്ടാക്കുന്ന സമയത്തുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഇയേഴ്സും ഒരു ഹോണും കൂടെ വേണം. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഹോണിനായിട്ട് ഇതുപോലൊരു സ്റ്റീൽ മോൾഡ് ഉണ്ടായിരുന്നു. ഞാൻ പിസ്സ കോൺ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അതിലേക്കൊരു ബേക്കിംഗ് പേപ്പർ ലൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ പഫ് പേസ്ട്രിയില്ലേ, അതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് അതുപോലെ തന്നെ ഇയേഴ്സ് ഞാൻ ഇതുപോലെ ഒരു പെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു മടക്ക് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ബേക്ക് ചെയ്തിട്ട് വൈറ്റ് ചോക്ലേറ്റിലും കളേർഡ് ഷുഗർ ക്രിസ്റ്റൽസിലും ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടാണ് ഞാനിത് കേക്ക് ടോപ്പറായിട്ട് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതൊന്നും എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ കേക്ക്. ഇതിൻ്റെ എല്ലാ ടോപ്പേഴ്സും എല്ലാം എഡിബിളാണ്. നമുക്ക് ടോപ്പേഴ്സ് വേണമെങ്കിൽ ഓൺലൈൻ വാങ്ങാൻ കിട്ടും. പക്ഷേ എനിക്കതിലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നാത്തതുകൊണ്ട് കേട്ടോ ഞാനിങ്ങനെ എല്ലാ കേക്ക് ടോപ്പറും എഡിബിളാക്കി ഉണ്ടാക്കിയെടുത്തത്.
അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ മോളുടെ ഫ്രണ്ട് ഹെയ്തി ഖദീജയുടെ 8th ബർത്ത്ഡേക്ക് വേണ്ടിയാണ്. കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഈ ഒരു റിവ്യൂ പറയും. എനിക്കറിയാം ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ഭാഗങ്ങൾ എനിക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാതെ. പക്ഷേ എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാലും മതി. എനിക്കറിയാവുന്നതാണെങ്കിൽ തീർച്ചയായും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇത്രയും നേരം ക്ഷമയോടെ വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ ഇൻ ദ വീഡിയോ. ബൈ.